നല്ല ചെറുക്കായിരിക്കുന്ന ശരിയാണല്ലോ. അടുത്ത് സുന്ദരിയാണല്ലോ ഉള്ളത്. വരുവോടെ കാറും എന്നെ കൊല്ലരുത്. എന്നെ സത്യം പറഞ്ഞേക്കാം. എന്നെ കൊല്ലരുത്. ഇവൻ ഏത് നമ്പറിൽ ഫോൺ വന്നു നോക്കി. ശരി അണ്ണാ. അണ്ണാ ഇത് ലാൻഡ് നമ്പറാ. അപ്പൊ അവരെ ഇവന്റെ ഉറങ്ങ അയച്ചേക്കാം. സന്ദീപ് സാർ, സന്ദീപ് സാർ, സാർ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്തോ ഭാഗ്യം. സത്യമായിട്ടും മോളെ, നീ ഇങ്ങ എത്തിയോ? ഇപ്പൊ നിനക്ക് സന്തോഷല്ലേ? എന്തെങ്ങനെ നോക്കുന്നേ? കേസാവുന്ന പേടിയുണ്ടാ? ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? വിട്. തട്ടിക്കളഞ്ഞ പറ, എന്ത് പറ്റി? ഇല്ല, ആരെയും കൊന്നില്ല. നിന്റെ ഉന്നം തെറ്റിയോ? ഷൂട്ട് ചെയ്തപ്പോ കൈ വിറച്ചോ? നീ ഉദ്ദേശിച്ച ആളെ കിട്ടിയില്ലേ? അല്ല, കിട്ടിയിട്ട് കൊല്ലാൻ പറ്റിയില്ലേ? എന്താ സംഭവിച്ചെന്ന് പറ. ആരോട് പക പോക്കാൻ വേണ്ടി രാത്രി തന്നെ പുറപ്പെട്ടു പോയതല്ലേ? ഛേ, കയ്യിൽ തോക്കുണ്ടെങ്കിൽ വൈരാഗ്യമുള്ളവരൊക്കെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് വെറുതെ വന്നു നിൽക്കുന്നു.
എല്ലാവരും എന്നെ കഷ്ടപ്പെടുത്തുന്നു, എന്റെ ജീവിതം തകർക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ നിരാശ ഞാൻ കണ്ടു. അടുത്തടുത്ത് പരാജയങ്ങൾ നിന്നെ വേട്ടയാടുന്നു ഞാൻ മനസ്സിലായി. ജയിക്കാനൊരു ചാൻസ് തന്നു, അത് നീ പ്രയോജനപ്പെടുത്തിയില്ല. ലൈഫിൽ ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടുമോ നിനക്ക്? സന്ദർഭം കിട്ടാതെ ആവേശം അടക്കുകയാണെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. സന്ദർഭം കിട്ടിയിട്ടും അത് ഉപയോഗപ്പെടുത്താതെ വന്നത് അത് നിന്റെ കഴിവുകേടാണ്. നിന്നെ പോലുള്ളവരൊക്കെ ഇങ്ങനെ തന്നെയാ, ജീവിതകാലം മുഴുവൻ പേടിച്ച് ചാവും. എന്നെ രക്ഷിച്ചതിന് നിന്റെ ശത്രുക്കളെ കൊല്ലാൻ സന്ദർഭം തന്നെന്ന് ഞാൻ സന്തോഷിച്ചു. പക തീർത്ത് ഭയമില്ലാതെ സുഖമായിട്ട് ജീവിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നിനക്ക് ഞാനൊരു തോക്ക് തന്നു, അതിലൊരു ബുള്ളറ്റും തന്നു. കൊല്ലേണ്ടവൻ മുന്നിൽ വന്ന് നിന്നിട്ടും അവനെ കൊല്ലാതെ വന്നിരിക്കുന്നു. കൊല്ലേണ്ടവനെ കിട്ടിയില്ലേ? കിട്ടിയിട്ടും കൊല്ലാൻ പറ്റിയില്ലേ? എന്താ സംഭവിച്ചെന്ന് പറ. എന്ത് പറയാനാ? ഞാൻ പോയ സ്ഥലത്തൊക്കെ നീ എന്റെ ശത്രുവായി വന്നു എന്ന് പറയണോ? എന്റെ ജീവിതം ഇങ്ങനെ മാറിപ്പോയതിന് നീയാണ് കാരണമെന്ന് ഞാൻ പറയണോ? അനിതയുടെ ജീവിതത്തിൽ കളിച്ച ആ ഹോട്ടലിന്റെ ചെയർമാൻ നീയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോ നീ ഒരു മഹാസ്വാർത്ഥനാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ വെറുതെ വിട്ടു. ഹോട്ടലിന്റെ മുതലാളി കൃഷ്ണൻ നായർ എന്റെ മകളെ സന്ദീപ് നിന്റെ മകനാണെന്ന് ഞാൻ അറിഞ്ഞപ്പോ അത്രയും നല്ലൊരു മകൻ നിനക്ക് എങ്ങനെ ജനിച്ചു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പണത്തിന്റെ പുറത്തുള്ള ഭ്രാന്താണതെന്ന് ഞാൻ കരുതി. സന്ദീപ് ഇവിടെ ഇല്ല മോളെ. വീട്ടിലേക്ക് വന്നിട്ട് 3 മാസമായി. എനിക്കെന്താന്നറിയില്ല, എന്തോ പേടി തോന്നുന്നു. റൗഡുകളെ അയച്ച് എന്റെ ഡാഡിയും മമ്മിയും നീ കൊന്നപ്പോ നീ എന്തുമാത്രം ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞു. മരിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും കള്ളം പറയാ? നിന്റെ അച്ഛനും അമ്മയും കൊല്ലാൻ പറഞ്ഞത് കൃഷ്ണപ്രസാദ. ഇതുപോലുള്ള ഒരു രാക്ഷസന് ഞാൻ എന്തിനാണ് കണ്ടുമുട്ടിയതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇന്ന് രക്ഷിച്ചത് ഒരു കൊലയാളിയല്ല, ഒരു ക്രിമിനൽ ആണെന്ന് അറിഞ്ഞ ഞാൻ നൽകിയ ജീവൻ ഞാൻ തന്നെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. എന്റെ ഈ കൈകൾ കൊണ്ടായിരിക്കും നിന്റെ അന്ത്യം. നീ തന്ന ഈ തോക്ക് കൊണ്ട് തന്നെ നിന്റെ അന്ത്യം ഞാൻ കുറിച്ചിരിക്കുന്നു. എനിക്കതിന് സാധിക്കുമോ? നിന്റെ കയ്യിൽ തോക്കുണ്ട്, അതിന്റെ ഉള്ളിൽ ബുള്ളറ്റുണ്ട്. നീ കൊല്ലേണ്ടവൻ മുന്നിൽ വന്ന് നിന്നിട്ടും അവനെ കൊല്ലാതെ